ഓക്കെ സോ ഹായ് ഗുഡ് ഈവനിങ് എവ്രി വൺ. ഇന്ന് വീണ്ടും നമ്മൾ ഒരു ബുധനാഴ്ച നമ്മുടെ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്ക് അതിനെ യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് അതിന് കിട്ടണ്ടേ, അത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് റീഫ്രഷ്, നമ്മുടെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നമ്മൾ ഒരു സൂമിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണണ്ടാവും നമുക്ക് തരുന്നത് നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ലൊരു ഗ്ലൂട്ടൻ സ്കിൻ കെയർ ആയിട്ട് ഒരു റിച്വൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് പ്രോഡക്ട്സ് നമുക്ക് കമ്പനി തരുന്നുണ്ട്. സോ നമ്മളുടെ കമ്പനീൻ്റെ പേരിനാണ് പറയുന്നത് സിനർജി വൺ ഇൻസ്പിറേഷൻ ടു ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നമ്മളുടെ ട്രാൻസ്ഫോർമേഷനിലേക്കാണ് നമ്മളിനി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇനി ബാക്കി എല്ലാവരും കാണാൻ പോണത്. അപ്പം ഈ പ്രൊഡക്ട്സ് അതിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. പ്രൊഡക്ട്സിന് കൂടെ തന്നെ നമുക്ക് ഇൻകം പ്ലാനും ഉണ്ട്. ആ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല, നമുക്ക് ഓൾ ഓവർ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ബാക്കി എല്ലാവർക്കും കാണിച്ചിട്ട് നമ്മൾ നല്ലൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷസ് തരണം. അപ്പോൾ എന്താണ് നമ്മളുടെ പ്രൊഡക്ട്സ്, നമുക്ക് ഇത് സെനറോവ ഗ്ലോയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ പ്രൊഡക്ട്സിൻ്റെ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് സെനറോവ ഗ്ലോ ആണ്. അപ്പോൾ ഒരു 4 പ്രൊഡക്റ്റ്, ഒരു 4 പവർ പാക്ഡ് ഫോർമുലസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ 4 സ്റ്റെപ്പായിട്ട് നമുക്കത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ട് അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അറ്റ്ലീസ്റ്റ് കുറച്ച് മാസങ്ങൾ നമ്മൾ അത് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ മാസങ്ങൾ യൂസ് ചെയ്യുന്ന ശേഷമല്ല റിസൾട്ട് കിട്ടുക, ബട്ട് യു വിൽ ഗെറ്റ് റിസൾട്ട്സ് വിതിൻ 10 days. എന്തെങ്കിലും റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിലേക്ക് അതും കാണും. സോ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യണം നമ്മൾ പറയണത്. സോ കണ്ടിന്യൂസ് പ്രോസസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ എനിത്തിങ്. നമ്മളുടെ ഒരു കൺസിസ്റ്റൻസി, നമ്മളൊരു നല്ലൊരു നമുക്ക് എന്ത് ചെയ്യുമ്പോൾ നമ്മൾ നല്ല റിസൾട്ട് നമ്മൾ അതിൻ്റെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആവശ്യമാണ്. സോ സെയിം ഈസ് വിത്ത് ദ പ്രൊഡക്ട്സ്. അപ്പോൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് കുറച്ച് മാസങ്ങൾ അത് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, നമ്മൾ അതിൻ്റെ ഒരു റിച്വൽ ആയിട്ട് നമ്മളുടെ ഡെയിലി ലൈഫിലേക്ക് അതും മാറിയിട്ടുണ്ടാവും. സോ ആ 4 സ്റ്റെപ്സ് എന്താണ്? ഇപ്പോൾ ഐ ഹോപ്പ് എല്ലാവർക്കും പ്രൊഡക്ട്സ് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് പ്രൊഡക്ട്സ് കാണിച്ചു തരാം. അപ്പം ഞാൻ ഫസ്റ്റ് പ്രൊഡക്റ്റ് സംസാരിക്കാൻ പോണത് നമ്മളുടെ ബ്രൈറ്റനിങ് റിച്വൽ ക്ലെൻസർ ആണ്. ഇത് ഈ ക്ലെൻസർ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയല്ല, ഇതിൻ്റെ ഫ്രണ്ടത്തെ ഒരു കവർ ഉണ്ടാവും. ഇതൊരു ബോട്ടിലാണ്. ഒരു എന്താ പറയുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരു പ്രസ് ബട്ടലായിട്ടാണ് ഇത് നമുക്ക് വരുന്നത്. നമ്മൾ നോർമലി ഫേസ് വാഷ് കാണുമ്പോൾ നമുക്ക് ട്യൂബായിട്ടാണ് കിട്ടാറ്. ഇത് വരുന്നത് ഒരു പ്രസ് ബോട്ടിലായിട്ടാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, കുറച്ച് എമൗണ്ടിൽ നമുക്കത് മതി. കുറേ എമൗണ്ടിൽ ഒന്നും വേണ്ട, വലിയൊരു ഡ്രോപ്പ് വേണ്ട, ചെറിയൊരു ഡ്രോപ്പ് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ഒരു ഗ്ലോ നമുക്ക് ഫേസിൽ അപ്പോൾ കിട്ടുന്നത്. സോ ഐ എം യൂസിങ് ദിസ് ഫ്രോം 2 days. ഇന്നലെ യൂസ് ചെയ്തും ഇന്ന് യൂസ് ചെയ്തും നല്ലൊരു ഫീലിംഗ് ആണ്. യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫേസിലേക്ക് ഒരു ഷൈനിങ് കാണുന്നുണ്ട്. ഐ ഹോപ്പ് കിട്ടിയ ആൾക്കാർക്ക് അവർ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണത്, ഈ പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നത്, ഡെയിലി നമ്മൾ 2 ടൈംസ് ഡെയിലി നമ്മൾ ഇത് യൂസ് ചെയ്യണം. ഒന്ന് മോർണിംഗ്, വെൻ വി ഗെറ്റ് അപ്പ് ഏർലി മോർണിംഗ് നമ്മൾ നീക്കുമ്പോൾ നമ്മൾ മുഖം കഴുകണത് ഫസ്റ്റ് ആയിരിക്കും ഇത് യൂസ് ചെയ്തിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ റെഡി ആവുന്നത്, പുറത്ത് പോകുന്ന ടൈമിലാണോ ഫേസ് വാഷ് ചെയ്യുന്നത്, കുളിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫേസ് വാഷ് ആയിട്ട് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്തിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എന്ത് ചെയ്യും? നമ്മുടെ ബ്രൈറ്റനിങ് ക്ലെൻസർ എന്ത് ചെയ്യും? നമ്മുടെ ബ്രൈറ്റനിങ് ക്ലെൻസർ എന്ന് പറയുന്നത് സ്കിന്നിലേക്ക് കയറിയിട്ട് അതിൻ്റെ എന്തെങ്കിലും ജേംസും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഫ്ലഷ് ഔട്ട് ആക്കി തരും, ക്ലിയർ ആക്കി തരും. ദെൻ നമ്മുടെ സ്കിന്നിലെ ഒന്ന് ബ്രൈറ്റ് ആക്കി തരും. ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഷൈനിങ് വരുന്നത്, അത് ബ്രൈറ്റ്നെസ് കൂട്ടുന്നുണ്ട്. ദെൻ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, നമ്മളുടെ സ്കിന്ന് ക്ലീൻ ആയ പോർസ് ഓപ്പൺ ആയിട്ട് ഫിൽ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഇന്റേർണലി നമ്മളുടെ ഫേസിലേക്ക് അത് ഗ്ലോ വരും. സോ അതാണ് നമ്മളുടെ ക്ലെൻസർ ചെയ്യുന്നത്. സോ ഇതിൽ വരുന്നത് ഒരു 1% ഓഫ് ഗ്ലൂട്ടാത്തിയോൺ ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഡെയിലി നമ്മളുടെ സ്കിന്നിലേക്ക് 2% ഗ്ലൂട്ടാത്തിയോണിന്റെ ആവശ്യമാണ്. സോ ഇതിൽ ഓൾറെഡി 1% ഓഫ് ഗ്ലൂട്ടാത്തിയോൺ ഇസ് അവൈലബിൾ. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മോർണിംഗിൽ ഒന്ന് വാഷ് ചെയ്യാം, പിന്നെ നൈറ്റ് കിടക്കാൻ നേരത്തെ നമുക്ക് ഒന്ന് കുറച്ച് ക്ലെൻസർ എടുത്തിട്ട് ഫേസ് വാഷ് ചെയ്യുമ്പോൾ
ഒന്നുകൂടി നല്ലതായിരിക്കും. ചെയ്യണം, ബെറ്റർ ആണ്. അതൊരു ഹാബിറ്റ് ആയിട്ട് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. സോ മോർണിംഗിൽ ഫേസ് വാഷ് ചെയ്യുക, ക്ലെൻസർ ആയിട്ട് രാത്രി ഫേസ് വാഷ് ചെയ്യുക 2 ടൈംസ്. ഇടയിൽ എവിടെയെങ്കിലും നമ്മൾ പുറത്ത് പോയിട്ട് നല്ല പൊല്യൂഷൻ ആയിട്ടും അല്ലെങ്കിൽ നല്ല സൺറൈസിൽ വെയിലത്തിൽ നല്ല നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പണി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഒരു നല്ല ക്ലെൻസ് ചെയ്യണം ആവശ്യമാണ്. സോ അത് ഒരു ഹാബിറ്റായിട്ടും മാറാം. സോ നമ്മളുടെ ക്ലെൻസറിനെ പറയണത് സോപ്പ് ഫ്രീ ക്ലെൻസർ ആണ്. ഇതിൽ സോപ്പ് ഒന്നുമില്ല, ബട്ട് കുറച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ സം ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ സ്കിൻ ഡ്രൈനെസ് ഉണ്ടാവാറുണ്ട്, പെട്ടെന്ന് ഒരു വലിച്ച പോലെ തോന്നാറുണ്ട്. പക്ഷെ അതൊന്നും നമ്മളുടെ ഫേസ് വാഷിലേക്ക് ഇല്ല, ബിക്കോസ് അതിൻ്റെ pH ബാലൻസ്, അതിൻ്റെ വാട്ടർ ബാലൻസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിൻ്റെ ഈക്വൽ ആണ്. അപ്പോൾ നമ്മളുടെ സ്കിന്നിൽ ഒരു pH ബാലൻസ് ഉണ്ട്, നമ്മളുടെ സ്കിന്നിൽ ഒരു വാട്ടർ ബാലൻസ് ഉണ്ട്. ആ pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളുടെ ഫേസ് വാഷ് കൂടി ആണ്. സോ നോൺ ഡ്രൈയിങ് ആണ്, പെട്ടെന്നൊന്നും ഡ്രൈനെസ് നമുക്ക് ഫീൽ ആവില്ല. സോ ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് ഗ്ലിസറിൻ, നൈക്കസിനമൈഡ്, അങ്ങനെ ഹൈലോറിക് ആസിഡും അങ്ങനെ കുറച്ച് ആസിഡ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ബെനിഫിറ്റ്സ് തരുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്, കെമിക്കൽസും ഇല്ല. ഇതിൽ ഒരു പ്രൊഡക്റ്റിൽ പാരബൻ, സൾഫേറ്റ്, നോർമൽ ഫോമൽ ഹൈഡ്രൈറ്റ് അങ്ങനെ ഒരു തരത്തിൽ കെമിക്കൽസ് ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. സോ ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രൈറ്റനിങ് റിച്വൽ ക്ലെൻസർ ആണ്. ദെൻ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഗ്ലോ സെറം ആണ്. സെറം എന്താ ചെയ്യണത്? സെറമിൽ നമുക്ക് 2% ഓഫ് ഗ്ലൂട്ടാത്തിയോൺ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ സ്കിന്നിലേക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലർക്ക് നല്ല പിഗ്മെന്റേഷൻ വന്നിട്ടുണ്ടാവും, മെലസ്മ ഉണ്ടാവും, ബ്ലെമിഷസ് ഉണ്ടാവും, പിമ്പിൾസ് പോയ മാർക്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ചിക്കൻ പോക്സ് ഒക്കെ വന്നാൽ ചിലപ്പോൾ മാർക്സ് പോവാത്ത ഉണ്ടാവും. അങ്ങനെയൊക്കെ മാർക്സ് നിങ്ങളുടെ ഫേസിൽ ഉണ്ടെങ്കിലും ദെൻ നിങ്ങളുടെ സ്കിൻ നല്ല ഇലാസ്റ്റിക് കൂടിയിട്ടുണ്ടാവും. ഇലാസ്റ്റിക് കൂടുമ്പോഴാണ് നമ്മളുടെ സ്കിൻ ലൂസ് ആവണത്. അപ്പോൾ സ്കിൻ ലൂസ് ആവുമ്പോഴാണ് നമ്മളുടെ ഫേസ് വലുതായി പോലെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ 5 വർഷം മുന്നേ നിങ്ങളുടെ ഫേസിന് സൈസ് അത്രയും ആയിട്ടുണ്ടായില്ല, ബട്ട് ഇപ്പോൾ ആണ് അതിൻ്റെ സൈസ് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഇലാസ്റ്റിക് കൂടുമ്പോഴാണ് അത് ഫേസിൻ്റെ നമ്മളുടെ സ്കിൻ ലെയേഴ്സിൻ്റെ ഇലാസ്റ്റിക് കൂടുമ്പോഴാണ് നമ്മുടെ ഫേസ് വലുതായി പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലംസ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പ്രോബ്ലംസിൻ്റെ ഒരു സൊല്യൂഷനാണ് നമ്മളുടെ ഗ്ലോ സിറം. ബട്ട് അതിൻ്റെ കൂടെ ക്ലെൻസർ യൂസ് ചെയ്യണം നിർബന്ധമാണ്. സോ ഓൺലി സെറം യൂസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും എന്ന് വെച്ചാൽ കിട്ടും, ബട്ട് മോർ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെൻസർ സ്റ്റെപ്പ് 1 നിർബന്ധമായിട്ട് സ്റ്റെപ്പ് 2 കൂടെ ചെയ്യണം. ഒരു ഹാബിറ്റിലേക്ക് നമ്മളത് പോകണം. സോ സെറം യൂസ് ചെയ്യുന്ന മുന്നേ നമ്മളത് ഒരു നല്ലൊരു ക്ലെൻസർ, നമ്മുടെ ക്ലെൻസർ ആയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് മാത്രം നമുക്ക് സെറമിലേക്ക് പോകാൻ പറ്റും. സോ സെറം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ഡെയിലി വൺസ് ആണ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യേണ്ടത്. അത് മോർണിംഗിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ടൈം, ഒരു 10 മിനിറ്റ്സ് നമുക്ക് ആവശ്യമാണ് സെറം യൂസ് ചെയ്യുമ്പോൾ. ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര സമയത്തിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് വി ആർ ജസ്റ്റ് വാഷിംഗ് എ നോർമൽ ഫേസ്. ബട്ട് സെറം യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ്സിൻ്റെ മസാജിൻ്റെ ആവശ്യമാണ്. സോ അത് മോർണിംഗിൽ നിങ്ങൾക്ക് അത് പോസിബിൾ അല്ലെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് ഇൻ ദ നൈറ്റ്. അപ്പോൾ ആസ് എ നൈറ്റ് ക്രീം, ആസ് എ നൈറ്റ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഒരു ഗ്ലോ സിറം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. സോ നൈറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്യണത് എന്താ പറയുക, എല്ലാ ഓർഗൻസും നമ്മളുടെ റെസ്റ്റ് എടുക്കുന്നത് നൈറ്റിലാണ്. സോ ആ ടൈമിലാണ് നമ്മളുടെ സ്കിൻ ഓട്ടോമാറ്റിക്കലി റിപ്പയർ നടക്കുന്നത്. സോ ദാറ്റ് ടൈം വി നീഡ് എ സ്പെഷ്യൽ കെയർ ഫോർ എ സ്കിൻ. അപ്പോൾ നമ്മളുടെ ഗ്ലോ സിറം ഒരു ബെസ്റ്റാണ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ഉറങ്ങാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് ക്ലെൻസർ എടുത്തിട്ട് മുഖം കഴുകിയിട്ട് കുറച്ച് എമൗണ്ടിൽ നമ്മുടെ സെറം എടുത്തിട്ട് ഫേസിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് 10 മിനിറ്റ്സ് ഒന്ന് മസാജ് ചെയ്യുക. മസാജ് ചെയ്യണത് ഒരു എന്താ പറയുക ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്തിട്ടാണ് നമുക്ക് അത് മസാജ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ സ്കിന്നിന് ടൈറ്റ്നെസ് കിട്ടും, അതിൻ്റെ മാർക്സ് ഒക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു വരും. നിങ്ങൾക്ക് ഒരു 2 ആഴ്ചനുള്ളിൽ നിങ്ങൾക്ക് ഫേസിന് നിങ്ങളുടെ റിസൾട്ട് കാണാം. സോ ഇതാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മളുടെ സെറം എന്ന് പറയുന്നത് നല്ല ലൈറ്റ് വെയിറ്റ് ആയ ഒരു സെറമാണ്, പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അത് ഒബ്സർവ് ആവും. ദെൻ സ്റ്റിക്കി അല്ല. നോർമലി എല്ലാ ക്രീംസ് നല്ല സ്റ്റിക്കി ആയിരിക്കും, ബട്ട് നമ്മളുടെ എല്ലാ പ്രോഡക്ട്സ് പറഞ്ഞ വെരി ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പം നമ്മൾ സ്കിന്നിലേക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് പോലെ നമുക്കത് ഫീൽ ചെയ്യാറില്ല, അത്രയും ലൈറ്റ് വെയിറ്റ് ആയ ക്രീംസ് ആണ്. ദെൻ നമുക്ക് തേർഡ് സ്റ്റെപ്പ് നമുക്ക് വരുന്നത് നമ്മളുടെ സെനറോവൻ്റെ
ദാ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ബ്രൈറ്റനിങ് ക്രീമാണ്. സോ ഈ ബ്രൈറ്റനിങ് ക്രീം ഞാൻ ഇന്നലെ യൂസ് ചെയ്തും ഇന്ന് യൂസ് ചെയ്തും ഇതിൽ വരുന്നത് 2% ഓഫ് ഗ്ലൂട്ടാത്തിയോൺ ആണ്. ഈ ബ്രൈറ്റനിങ് ക്രീം എന്താ ചെയ്യുന്നത്, ഇത് ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ബ്രൈറ്റനിങ് ക്രീം നിങ്ങൾക്ക് പഴയ കളർ, നിങ്ങളുടെ പഴയ കളർ എന്തായിരുന്നു, ഓറൽസ് നിങ്ങളുടെ ബോഡീൻ്റെ കളറും നിങ്ങളുടെ ഫേസിൻ്റെ കളർ ഇപ്പോൾ വ്യത്യാസമായിരിക്കും. ബിക്കോസ് ടാനിങ് ഒക്കെ പിടിച്ചിട്ടും അല്ലെങ്കിൽ പോല്യൂഷനിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ സ്കിൻ ചിലപ്പോൾ കാണുന്ന ഭാഗം സ്കിൻ ഒക്കെ ഡാമേജ് ആയിട്ടുണ്ടാവും, ബട്ട് നമ്മളുടെ ബോഡീൻ്റെ സ്കിൻ ഡാമേജ് ആയിട്ടുണ്ടാവില്ല. സോ ആ കളർ നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയ പ്രൊഡക്റ്റാണ് നമ്മളുടെ ബ്രൈറ്റനിങ് ക്രീം. സോ ഈ ചെറിയ പാക്ക് എന്ന് വിചാരിക്കേണ്ട, പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സൂപ്പറായ ഛോട്ടാ പാക്കറ്റ് ബഡാ ധമാക്ക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതാണ് ഈ ഛോട്ടാ പാക്കറ്റ് ധമാക്ക, നമുക്ക് വലിയൊരു ധമാക്കാണ് ഇതിൽ കിട്ടുന്നത്. സോ ഇത് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ സ്കിന്നിലെ കളർ പഴയ കളർ കിട്ടാൻ, പ്ലസ് നമ്മുടെ സ്കിൻ ഒന്ന് ഈവൻ ചെയ്യാൻ, ഈവൻ ടോണിലേക്ക് ആക്കാൻ. നമ്മുടെ സ്കിൻ എന്താണ് ഫേസിലേക്ക് ചിലപ്പോൾ ഡിഫറെൻറ്റ് കളർ ആയിരിക്കും, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും നമ്മുടെ ഫേസിലേക്ക് വരുന്നുണ്ടാവും. ചിലത് നല്ല വൈറ്റ് ആയിട്ടും ചിലത് ഡിഫറെൻറ്റ് ടോൺ ആയിട്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മിററിൽ നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ ഫേസിൽ ഡിഫറെൻറ്റ് കളർ ആയിട്ട് ടോൺ ആയിട്ട് അത് മാറിയിട്ടുണ്ടാവും. ദെൻ നെക്കിൻ്റെ കളർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ക്രീം എന്ത് ചെയ്യും, ഈ ഡെയിലി നമ്മൾ രാവിലെ ക്ലെൻസ് ചെയ്യുന്ന ശേഷം ഈ കുറച്ച് ജസ്റ്റ് ഒരു ഡ്രോപ്പ് മതി എടുത്തിട്ട് നമ്മൾ ഫുൾ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് അപ്പം തന്നെ നമുക്കത് വാഷ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ലീവ് ഇട്ട് അപ്പോൾ തന്നെ അത് ഡ്രൈ ആയി പോകും. അപ്പോൾ അത് അബ്സോർബ് ആവും, നമ്മുടെ സ്കിന്നിലേക്ക് അത് അബ്സോർബ് ആവും. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഈവൻ കളർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ്. നമ്മളുടെ സ്കിന്നിൻ്റെ കളർ വയ്ക്കാൻ, പഴയ കളർ വയ്ക്കാനും പ്ലസ് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പോവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് നമ്മളുടെ ബ്രൈറ്റനിങ് ക്രീം. നോർമലി നമ്മളുടെ ബ്രൈറ്റനിങ് ക്രീം അല്ലെങ്കിൽ വൈറ്റനിങ് ക്രീംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മറ്റേത് അതിൽ സൾഫേറ്റ്സ് പെർബൻസ് എപ്പോഴും അവൈലബിൾ ആണ്, കെമിക്കൽസ് ഒക്കെ എപ്പോഴും അവൈലബിൾ ആണ്. സോ നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സും 0 സൾഫേറ്റ് കെമിക്കൽസ് പെർബൻ ഫ്രീ ആണ്. സോ ഓൾ പ്രൊഡക്ട്സ് ആർ pH ബാലൻസ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞു pH ബാലൻസ്, നമ്മുടെ സ്കിന്നിൻ്റെ വാട്ടർ ബാലൻസ് തന്നെയാണ് നമ്മളുടെ ക്രീംസിലേക്ക് കിട്ടുന്നത്. സോ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഡ്രൈനെസ് കൂടും, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. നമുക്ക് എക്സ്ട്രാ മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് നമ്മുടെ ക്രീംസ് pH ബാലൻസ്ഡ് ആയ കാരണം നമുക്ക് ഓട്ടോമാറ്റിക്കലി മോയ്സ്ചറൈസറും ക്രീംസിൽ കിട്ടുന്നുണ്ട്. ദെൻ നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്, സെനറോവൻ്റെ സൺസ്ക്രീൻ ജെൽ. അപ്പോൾ ഈ ബോട്ടിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും കുറേ ബെനിഫിറ്റ്സ് ആണ് ഇത് നമുക്ക് തരുന്നത്. ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് നോർമലി എനിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. സോ വാട്ട് ഐ ഡു ഇസ്, ഞാൻ എപ്പോഴും മാസ്ക് ഒക്കെ ആയിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് പോവുക. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഒരു മടിയില്ല ഇപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ. ദാറ്റ് മച്ച് ഇറ്റ് ഈസ് ലൈറ്റ് വെയ്റ്റ്. അത്ര ഇഷ്ടമായി എനിക്ക്. രാവിലെ ഫേസ് വാഷ് ചെയ്യുന്ന ശേഷം നമ്മൾ ഈ ബ്രൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുന്ന ശേഷം ചെറിയ ഒരു എമൗണ്ടിൽ എടുത്തിട്ട് മൊത്തം ഒന്ന് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അത് ഒബ്സർവ് ആയി പോകുന്നത്. സോ ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്, സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ശേഷം എപ്പോഴും സ്വെറ്റ് ആയിരിക്കും ഫേസിൽ മൊത്തം, അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ ഉരുങ്ങിപ്പോവും ഫേസ്, സ്കിന്നിൻ്റെ മേലെ ഇങ്ങനെ നമ്മൾ എപ്പോഴും ചൂടിലൊക്കെ പോകുമ്പോൾ പ്ലാസ്റ്റിക് ഉറങ്ങുന്ന പോലെയാണ്, അങ്ങനെയാണ് നമുക്ക് എപ്പോഴും ഫീൽ ആവുക. ബട്ട് ഇത് യൂസ് ചെയ്യുന്ന ശേഷം അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ല. നമ്മൾ ഫേസിൽ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട് പോലെ നമുക്കത് ഫീൽ വരുന്നില്ല. സോ ഇതാണ് നമ്മളുടെ സൺസ്ക്രീൻ ജെൽ. അപ്പം നമുക്കിതിൽ 2-3 ഇൻഗ്രീഡിയൻ്റ് അതിൻ്റെ മെയിൻ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വരുന്നത് നമുക്ക് PA+++ പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതെന്താണ് PA+++ എന്ന് പറയുന്നത്? നമ്മളുടെ സൺലൈറ്റിന് നമുക്ക് കുറേ ഹാംഫുൾ UV റേസ് വരുന്നുണ്ട്. അത് UVA UVB അങ്ങനെ കുറച്ച് ഹാംഫുൾ ആയ റേസ് വരുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് അത് ഡിഫറെൻ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. ചിലത് നേരിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് കയറും, ചിലത് നമ്മുടെ സ്കിന്നിലേക്ക് ഇന്റേണൽ ആയിട്ട് ഡാമേജ് ചെയ്യും. അപ്പോൾ ആ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ PA+++ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് കിട്ടുന്നത്. സോ ഈ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ഫുൾ സൺലൈറ്റ് പ്രൊട്ടക്ഷൻ, യു വി റേസിൻ്റെ മൊത്തം പ്രൊട്ടക്ഷനാണ് നമുക്കിതിന് കിട്ടുന്നത്. ദെൻ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ആണ്. ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾമോസ്റ്റ് എന്താ പറയുക,
വി ആർ ഇൻ സ്ക്രീൻ, ഒരു ബ്ലൂ ലൈറ്റ് നമ്മൾ എപ്പോഴും നമ്മൾ എക്സ്പോഷനിലാണ്. അപ്പോൾ മൊബൈൽ ആയാലും ലാപ്ടോപ്പ് ആയാലും കമ്പ്യൂട്ടേഴ്സ് ആയാലും ടി വി ആയാലും എല്ലാം ബ്ലൂ ലൈറ്റ് ആണ്. അപ്പോൾ റേഡിയേഷൻ എപ്പോഴും നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ടാവാറുണ്ട്. അത് ഫേസിലായാലും ഐസ് നമുക്ക് അഫക്റ്റ് ആകുമ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ഫോൺ കാണുമ്പോൾ കണ്ണ് കേട് വരും. ബട്ട് ആ റേഡിയേഷനും അല്ലെങ്കിൽ ആ ബ്ലൂ ലൈറ്റ് നമ്മളുടെ സ്കിന്ന് കൂടി അഫക്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. സോ ആ ഇൻഗ്രീഡിയൻറ്റ് ഇപ്പോൾ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കത് സൺസ്ക്രീനിൽ കിട്ടുന്നത്. സോ നമുക്കിനി ധൈര്യമായിട്ട് ഫോൺ ഉപയോഗിക്കാം, ലാപ്ടോപ്പ് ഉപയോഗിക്കാം. ബട്ട് അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം നിർബന്ധമാണ്. സോ ഈ 3 സ്റ്റെപ്പ് നമ്മൾ ഡെയിലി മോർണിംഗിൽ ഇത് ചെയ്യണം. ഒരു ഹാബിറ്റിലേക്ക് നമ്മൾ അത് മാറണം. സോ നമ്മളുടെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് അറിയാം, എല്ലാ പ്രൊഡക്ട്സും ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ്, പിന്നെ ഹൈ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. സോ ഇത് എല്ലാവർക്കും, ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കൂ എനിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ. സോ ടിൽ 20 നമുക്ക് ഗ്ലൂട്ടാത്തിയോൻ്റെ ആവശ്യമില്ല. ബട്ട് ചില ആൾക്കാർക്ക് യൂസ് ചെയ്യാത്തതുകൊണ്ടല്ലേ അവർക്ക് ചെയ്യാം. ബട്ട് ആഫ്റ്റർ 20 ആണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഗ്ലൂട്ടാത്തിയോൺ നമ്മുടെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് ആവശ്യം. ബിക്കോസ് ഗ്ലൂട്ടാത്തിയോൺ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിലേക്ക് 20 ഇയേഴ്സ് വരെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂട്രിയൻ്റ് ആണ്. സോ അത് കുറയുമ്പോൾ മാത്രമാണ് നമുക്ക് സ്കിന്നിലെ ഇഷ്യൂസ് വരുന്നത്. നിങ്ങൾക്ക് സ്കിന്നിലെ ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ഗ്ലൂട്ടാത്തിയോൺ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ്. സോ നമ്മളുടെ ഗ്ലൂട്ടാത്തിയോൺ പ്രൊഡക്ഷൻ നമ്മളുടെ ലിവറാണ് ചെയ്യുന്നത്. സോ ആ ലിവർ പ്രോപ്പർ ഫങ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളുടെ ഗ്ലൂട്ടാത്തിയോൺ പ്രൊഡക്ഷൻ കുറയുന്നത്. സോ ദാറ്റ് ഈസ് വൈ ആഫ്റ്റർ 20 എവ്രിബഡി ഷുഡ് യൂസ് ഗ്ലൂട്ടാത്തിയോൺ. നിങ്ങളുടെ ഏജ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ യൂത്ത്ഫുൾനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഗിവ് ടു യുവർ സ്കിൻ ആൻഡ് ബോഡി. സോ ഇതിലൊരു കെമിക്കലും ഇല്ല. പ്ലസ് നിങ്ങൾക്ക് ഈ പ്രൈസിലെ നമ്മുടെ സിനർജി വൺ സെനറോവ ഗ്ലോ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് ഈ പ്രൈസിൽ നിങ്ങൾക്ക് വേറെ ഒരു കമ്പനിക്ക് ഇങ്ങനത്തെ ഈ ഗ്ലൂട്ടാത്തിയോൺ സീരീസിൽ നിങ്ങൾക്ക് ഈ പ്രൈസിൽ കിട്ടില്ല. അത്ര കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് അത് പറയാൻ പറ്റും. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു അതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് 2 ആഴ്ചയിൽ നിങ്ങൾക്ക് കാണാം. 2 ആഴ്ചന് ഉള്ളിലാണ്, മാക്സിമം 2 ആഴ്ച എന്ന് പറയുന്നത്. സോ വിതിൻ 15 days ഓൺലി യു ക്യാൻ സീ ദ വെരി ഗുഡ് റിസൾട്ട്സ്. സോ ഡെയിലി റിച്വൽ സിസ്റ്റം ആക്കിയിട്ട് നമ്മൾ അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് അത് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ഒരു 2 ആഴ്ചൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. സോ ഈ 3 സ്റ്റെപ്പ് എന്താ ചെയ്യാം, ഡെയിലി നിങ്ങളുടെ ലൈഫിലേക്ക് അത് ഉപയോഗിക്കാം. രാവിലെ മോർണിംഗിൽ എന്ത് ചെയ്യാം, മുഖം കഴുകുമ്പോൾ ഈ ക്ലെൻസർ ഉപയോഗിച്ച് അത് കഴിഞ്ഞിട്ട് ചെറിയൊരു എമൗണ്ട് എടുത്തിട്ട് ഈ ബ്രൈറ്റനിങ് ക്രീം അപ്ലൈ ചെയ്യാം. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന ശേഷം അതിന് മേലെ ഈ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഈ സൺസ്ക്രീൻ ഉപയോഗിക്കാം. സോ ഇതാണ് മോർണിംഗത്തെ റൊട്ടീനും. രാത്രിത്തെ റൊട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് രാത്രി ക്ലെൻസർ ആയിട്ട് ചെയ്യാം. ദെൻ നമുക്ക് അതിന് കൂടെ തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ഗ്ലോ സെറം മസാജ് ചെയ്തിട്ട് നമ്മൾ അത് കിടക്കാം. സോ 10 minutes മസാജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ആർ ഗ്ലോ സെറം. സോ എല്ലാവർക്കും ഈ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. ഐ ഹോപ്പ് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയ ആൾക്കാർക്ക് ജസ്റ്റ് എന്താ ചെയ്യാം, എല്ലാവരും ഒന്ന് യൂസ് ചെയ്യാം. അതിൻ്റെ റിസൾട്ട്സ് നമ്മളൊന്ന് ഫീൽ ചെയ്യാം. ദെൻ നമ്മളുടെ അതിൻ്റെ എന്തായാലും ട്രാൻസ്ഫോർമേഷൻ ഉറപ്പാണ്. നമ്മളിനി മാറാൻ പോവാണത്. സോ വി ആർ ഗോയിങ് ടു ചേഞ്ച് ആർ ഏജ് 5 years ബാക്ക്. അതാണ് നമ്മളുടെ ഒരു ഹാപ്പി ന്യൂസ് എന്നാ പറയാം. സോ നമ്മുടെ പ്രായം കുറയ്ക്കാൻ പോവാണ് നമ്മൾ. സോ എവറിബഡി വിൽ, നമ്മളോട് ഇങ്ങോട്ടായിരിക്കും ചിലപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും എന്താ ചെയ്യണത്. സോ വി ക്യാൻ ഈസിലി റെക്കമെൻഡ്. സോ ഗ്ലൂട്ടാത്തിയോൺ ഈസ് യൂത്ത് പ്രൊഡക്റ്റ്. യു ക്യാൻ റെക്കമെൻഡ് എവറിബഡി. യൂത്ത് ഒരു ബൂസ്റ്റിംഗ് ആയിട്ട് പോണ ഒരു പ്രൊഡക്റ്റാണ്. സോ യു ഹാവ് ടു റെക്കമെൻഡ്, യൂസ് ചെയ്യാം, റെക്കമെൻഡ് ചെയ്യാം. സോ ഇതാണ് നമ്മളുടെ ഒരു 4 pack ആയ ഒരു ഫോർമുല ആയിട്ട് വരുന്നത് നമ്മളുടെ സെനറോവ ഗ്ലോ. സോ ഇത് ഡെയിലി ഒരു റിച്വൽ ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് മാറിയ നമുക്ക് നല്ലൊരു സ്കിൻ കെയറിലേക്ക് നമ്മൾ പ്രോപ്പർ, നമുക്ക് പുറത്തൊന്നും പോവാതെ വേറെ ഒരു സ്കിൻ കെയറിൻ്റെ നമുക്ക് ആവശ്യമില്ല. നല്ലൊരു സ്കിൻ കെയർ നമുക്ക് കമ്പനി തന്നിട്ടുണ്ട്. സോ എവറിബഡി സ്റ്റാർട്ട് യൂസിങ് ആൻഡ് ഫീൽ ദ പ്രൊഡക്ട്സ്. താങ്ക് യു. ഓക്കെ അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് ട്രെയിനിങ് ആയിരുന്നു. വന്ദന മാഡം സൂപ്പർ ആയിരുന്നു. അതായത് പ്രൊഡക്റ്റ് വന്നു,
തുടക്കമാണ്. Thank എല്ലാവരും you. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള പ്രോഗ്രാമുകൾ തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അതെ. അപ്പോൾ ഇന്ന് ചില വ്യക്തികൾ ആദ്യമായിട്ടാണ് ആ പ്രോഡക്റ്റ് കാണുന്നത്, പലരുടെ കയ്യിലും കിട്ടിയിട്ടില്ല. ഉം. അപ്പൊ എന്തായാലും ഒന്നുകൂടി കാണിച്ചു തരാം. അതെ അതെ, അതൊന്നുകൂടി കാണിച്ചു കൊടുക്കും. ഇതാണ് ഇതാണ് നമ്മുടെ cleanser. ഉൽപ്പന്നങ്ങൾ, എല്ലാവരും ഒന്ന് കണ്ടു. Sorry, ഞാൻ അതെ. recording off ചെയ്തു.